ഉള്ള കാലം ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയാനാണോ വിചാരിച്ചേക്കണേ? എന്നൊന്നുമില്ല, കർത്താവ് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവും. എല്ലാം അവിടുത്തെ നിശ്ചയം പോലെ നടക്കും. ഇല്ലാണ്ട് മനുഷ്യരാശിക്കണമെന്ന് വല്ല നടക്കാൻ പോണുണ്ട. ആണുങ്ങളില്ലാത്ത പ്രതികരിക്കുന്നത് അപ്പുറത്തെ കറിയാച്ചേട്ടനാണ് അപ്പച്ച. കറിയാച്ചേട്ടനാണ് അപ്പച്ച. ഓ, നമ്മുടെ ലൂക്കാലിയാ. എന്താണ് കറിയ ഈ നേരം ഇങ്ങോട്ട്? ദേ വിവരക്കേട് പറയണ കേട്ടില്ലേ? ഉണ്ണാൻ വിളിച്ചു വരുത്തേച്ചും ചോദിക്കണ വർത്താനം കേട്ടില്ലേ? ആ, ഞാൻ അതങ്ങ് മറന്നുപോയി. നീ ക്ഷമിച്ചേരാ കറിയ. എടാ ലൂക്കാലി, നീ അങ്ങ് ക്ഷമിച്ചേരാ. അങ്ങനെ മേരി വീണ്ടും വന്നു. ഞാൻ ഈ തൊട്ടിയെടുക്കാൻ വന്നതാണ്. ഞാൻ പറഞ്ഞത് മേരി വെള്ളം കോരാൻ വന്ന കാര്യമാണ്. മേരി വന്നതല്ല, ഞാൻ വരുത്തിയതാണ്. മേരി, ഒന്ന് പതുക്കെ കേട്ടടി. അമ്മച്ചിന്റെ തല പുഴുത്തിരിക്കണം. പറക്കത്ത് കേട്ടത്. പേരെടുക്കാൻ പറഞ്ഞപ്പോ തല കുത്തി പൊട്ടിക്കണം. പിന്നെ അങ്ങനെ പേന്റെ കൂടെ മനുഷ്യനെ കൂടെ കുത്തി കൊല്ലണം. എണീച്ചു പറക്കത്ത് കേട്ടത്. മണി കൊച്ചേ, നിനക്ക് പേന വേണേ ഇങ്ങോട്ട് പോരാ. അമ്മൂമ്മയുടെ തലയിലോട്ട്. അവക്ക് വലുവിന്റെ കലിയ. അതെ, അങ്ങാടിയില് കാണിച്ചു. മേരിയേ, മേരിക്കുട്ടി, എന്നാണ് മറിയേ? പള്ളിയിൽ പോകുമ്പോ ഇതിലേ വരണമെന്ന് മേരി പറഞ്ഞിരുന്നു. അവൾ അങ്ങാട് പോയി. മറിയതാ അങ്ങാടി. അവിടെ വെള്ളം കോരാൻ പോയിരിക്കുകയാണ്. ഞാനിവിടെ ഇരിക്കാം. അമ്മച്ചി, ഞാനും ഇതിന്റെ കൂട്ടത്തെ പള്ളിയിൽ പോട്ടെ? നമുക്ക് രണ്ടുപേർക്കും കൂടി വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞില്ലായിരുന്ന? പിന്നെയും പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാണ്? വൈകുന്നേരം പോകുന്നതും കാലത്തെ പോകുന്നതും ഒന്നുപോലല്ലേ ചേട്ടത്തി? ഇപ്പോഴാണെങ്കിൽ നമുക്കെല്ലാവർക്കും ചേർന്നൊരു ശേലിന് അങ്ങനെ പോവുകയും ചെയ്യാം. ഞാൻ ഈ പെടുന്ന പാട് നീ കണ്ടില്ലയോ മറി? ഈ വലിയും വെച്ചോണ്ട് എനിക്ക് അവിടെ വരെ നടക്കാൻ മേല. വൈകുന്നേരം ആവുമ്പോ ഒരു കുറവ് കിട്ടും. പറഞ്ഞതുപോലെ ഈ വലിവിങ്ങനെ വന്നും പോയി നിൽക്കുകയാണോ ചേട്ടത്തി? ഒന്നും പറയണ്ട എന്റെ മറി. കൊച്ചിയെ വെച്ച് കറുത്തവാവ് അടുക്കുമ്പോഴെങ്ങാനും ഒരു വലിയ ഉണ്ടാകുമായിരുന്നു. പുറമ്പോക്കി വന്ന പിന്നെ തോന്നുമ്പോഴൊക്കെയാണ്. എന്നാ തണുപ്പിന്റേതായിരിക്കും. എടി മറിയേ, അവക്ക് മേലെങ്കി അവള് വരണ്ടാടി. ഞാൻ കൂടെ വരാൻ പള്ളിയിലോട്ട്. എന്റെ പൊന്നമ്മച്ചി, എന്റെ കൂടെ ഒന്നും വരണ്ട. അമ്മച്ചീനെ കൊണ്ട് പോയിട്ട് വരുമ്പോ നേരെ വിരട്ടും. കടയിലാണെങ്കിൽ ആള് വന്നോണ്ടിരിക്കുക. അത്ര വലിയ ആള് വരവാണെങ്കിൽ പിന്നെ നീ എന്നാതിനാണടി ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മേരി വന്നല്ല, പള്ളി പോകണ്ടേ? നിന്റെ മുഖത്ത് മുഖത്തെന്താ ഒരു പൂതിയിളക്കം? ഓ പിന്നെ ഒരു സ്ഥിതി കണ്ടില്ലേ? കറിയാച്ചേട്ടന്റെ സാരി ഉടുത്തോണ്ട് പോണെന്ന് ഓർത്തിട്ടാ. താരകാരുതി. ഇതേപ്പറ്റി കറിയായ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ നോക്കിയിട്ട് കറിയായിക്കും മേരിക്കും നല്ല ചേർച്ച. എനിക്കത് നേരത്തെ തോന്നി മറി. ഞാനത് പെണ്ണിന്റെ അപ്പനോട് പറയുകയും ചെയ്തു. പറഞ്ഞ പക്ഷേ എങ്കി പൂത്താടത്ത് തോമാന്റെ മോളെ രണ്ടാം കെട്ടുകാരന് കൊടുക്കരുതെന്നാണ് അത് ഞാൻ പറയുന്നത്. എനിക്ക് പിന്നെ എന്നാ ചെയ്യാമോ? രണ്ടാം കെട്ടുകാരനാണെന്നും പറഞ്ഞു കാത്തു വെച്ചോടി. കൊടുക്കാൻ പെണ്ണ് നൂറാം കെട്ടുകാരന്റെ കൂടെ പൊക്കോളും. എനിക്കിത് കേട്ടിട്ട് എന്റെ ഇറച്ചി പറച്ച് കയറുന്നു കേട്ടാ. എന്താ വേണ്ട, ഇറച്ചി പറപ്പിക്കാൻ പറ്റും വേണ്ട. അത് അവിടെ കിടന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. നീ നമുക്ക് പോവാ. എന്താണ് ഇങ്ങനെ നോക്കുന്നേ? ഇതൊക്കെ നല്ലതുപോലെ ചേരുന്നുണ്ടല്ലേ ചേട്ടത്തി? നിങ്ങൾ പള്ളിയിൽ പോകാൻ നോക്കി. ഈ ബ്ലൗസിന് വലിയ ഇറുക്കമാണല്ലേടി പെണ്ണെ? അതെ, ഇവിടെ കുറച്ച് ഇറുക്കവാ. ഇനി ഇറുക്കവും മുറുക്കവും ഒക്കെ കൂടിക്കൂടി വരികയേ ഉള്ളൂ അല്ലേ ചേട്ടത്തി? അത് വിധം പറയാൻ നിങ്ങൾ പള്ളിയിൽ പോണെങ്കിൽ പോകാൻ നോക്കിനെ. പടി പെണ്ണെ. നീ എന്താടി വഴിക്ക് വന്ന് നിൽക്കുന്നത്? ഒരു എഴുത്താ. ആര് തന്നു? കറിയാച്ചേട്ടൻ തന്നതാ. ചേച്ചി പള്ളിയിൽ നിന്ന് വരുമ്പോ ആരും കാണാണ്ട് തരണമെന്ന് പറഞ്ഞു. കറിയാച്ചേട്ടൻ എനിക്ക് ഇത്തിരി മുട്ടായി തന്നു ചേച്ചി. എന്നിട്ട് എവിടെയാണ് എഴുത്ത്? ഇത് ആരോടെങ്കിലും പറഞ്ഞോ? അമ്മച്ചി കൂടെ അറിയാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ വന്നിരുന്നത്. നീ ആരുടെ അടുത്തും പറയരുത് കേട്ടോ. ചേച്ചി മുട്ടായി വാങ്ങിച്ചു തരാം.
എന്റെ കരളിന്റെ കരളായ മേരിക്കുട്ടിക്ക് ഇങ്ങനെ എഴുതിയത് കൊണ്ട് എന്നോട് വിരോധം തോന്നരുത്. മേരിക്കുട്ടിനെ കണ്ടത് മുതൽ ഞാൻ എല്ലാം മറന്നിരിക്കുകയാണ്. കർത്താവാണ് മേരിക്കുട്ടിനെ എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ നാടൊരുപോലെ ലൂക്കാലിയും വിറ്റ് നടന്നവനാണ്. ഇപ്പോ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. ഞാൻ ഉണ്ടാക്കിയ പൊന്നും രൂപയും എല്ലാം മേരിക്കുട്ടിക്കുള്ളതാണ്. മേരിക്കുട്ടി ഇല്ലാതെ എനിക്കിനി ജീവിക്കാൻ ഒക്കില്ല. എനിക്ക് മേരിക്കുട്ടിയോട് ഒത്തിരി കാര്യം പറയാനുണ്ട്. മേരിക്കുട്ടിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് പുറത്തു വരണം. ഞാൻ കാത്തു നിൽക്കാം. വരുമെങ്കിൽ ശരിയെന്ന് മാത്രം അമ്മണിയോട് പറഞ്ഞേക്കുക. വന്നാലും വന്നില്ലെങ്കിലും ഞാൻ കാത്തു നിൽക്കും എന്ന് പാവപ്പെട്ടക്കറിയാം. എന്നതാണ് ചേച്ചി എഴുതിയിരിക്കുന്നത്? സാരിമാലയും തന്ന കാര്യമൊക്കെ എഴുതിയിട്ടുണ്ടോ? എന്നോട് പറയില്ലേ, ഞാൻ ആരോടും പറയില്ലേ ചേച്ചി. ചേച്ചി പിന്നെ പറയാം. വാ മോളെ. നീ ഇതുവരെ എവിടെ ഇരുന്നടി? ഞാൻ പള്ളി പോയിരിക്കല്ലായിരുന്നോ? അതിന് ഇത്രയും താമസിക്കണ? വല്ലാന്റെയും പൊന്നാണ് കഴുത്ത കിടക്കണത്. ആരെങ്കിലും പിടിച്ചു പറിച്ചോണ്ട് പോയെന്നല്ലേ ഞാൻ കരുതിയത്. പിന്നെ പകലല്ലേ പിടിച്ചു പറയും. നീ എവിടെ ഇരുന്നടി? നീ ഇല്ല, ഇങ്ങോട്ട് വാ. അമ്മണി, അമ്മണി, ആർക്കും പറയരുത് കേട്ടോ. എന്നാ അമ്മച്ചി കാണാതെ പോയിട്ട് വാ. ശരി. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിര് പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിര് പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ അതിനോരോ രത്നങ്ങളായിരുന്നു. അതിലൊന്നെടുത്തൊരു നക്ഷത്രമാക്കി ഞാൻ അവളെ അലങ്കരിക്കും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഓരോ പൊൻചിറകിനുള്ളിലും അതിനോരോ സ്വപ്നങ്ങളായിരുന്നു. അതിലൊന്നിറുത്തൊരു പൂത്താലിയാക്കി ഞാൻ അവൾക്ക് തിരിച്ചു നൽകും. അതിലൊന്നിറുത്തൊരു പൂത്താലിയാക്കി ഞാൻ അവൾക്ക് തിരിച്ചു നൽകും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേല കുളിരു പോലെ
നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഓരോ പൂങ്കുളിരിനുള്ളിലും അതിനോരോ ദാഹങ്ങളായിരുന്നു. അതിലൊന്നിലെന്നിലെ പന്നീർ നിറച്ചു ഞാൻ അവൾക്ക് കൊടുത്തയക്കും. അതിലൊന്നിലെന്നിലെ പനിനീർ നിറച്ചു ഞാൻ അവൾക്ക് കൊടുത്തയക്കും. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ ഞാറ്റുവേലക്കുളിരു പോലെ ഞാനിന്നൊരു നാടൻ പെണ്ണിൻ നാണം പൊത്തിയ ചിരി കണ്ടു. ഞാലിപ്പൂവൻ വാഴപ്പൂ പോലെ. നല്ല ചെയ്യുന്നുണ്ട് ചേച്ചി. നന്നായിട്ടുണ്ടോ? ഇതെന്താണ്? എന്താണ് നല്ല മണം. ഇതെവിടുന്നാ? കറിയാച്ചേട്ടൻ തന്നതാ? അയ്യോ, അപ്പച്ചനോ അമ്മച്ചോ അറിയരുത് കേട്ടോ. എവിടെങ്കിലും ഒളിച്ചു വെച്ചോ, നിന്നെ കുന്നാളെയും. ഞാൻ